ഹായ് എവരിവൺ, ഹൗ ആർ യു ആൾ? എന്തായാലും ഇന്ന് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തായാലും ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വി ഹാഡ് ടേക്കൻ എ വീഡിയോ റിഗാർഡിങ് ഒരു അഡ്വക്കേറ്റ് സൂയിസൈഡ് ചെയ്തത്. അദ്ദേഹം വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് സൂയിസൈഡ് ചെയ്തത്. എങ്കിലും നമുക്ക് പലപ്പോഴുമായിട്ട് നമ്മൾ കാണുമ്പോൾ ആൾക്കാർ യങ്സ്റ്റേഴ്സ് അവര് എപ്പോഴും അവരെ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ജയത്തിനെ പറ്റി ഫീഡ് ചെയ്ത് അവർക്ക് എപ്പോഴും ജയം മാത്രം അവർ മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോൾ ദേ ഫീൽ വെരി അപ്സെറ്റ്, ഭയങ്കര അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലതിലൊക്കെ ചിലർ സൂയിസൈഡ് ചെയ്യണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നല്ലല്ലോ ജീവിതം. വി ഹാവ് ടു ഗോ ഫോർവേഡ് ഇൻ ലൈഫ്. പരീക്ഷയ്ക്ക് പാസ്സായില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അവനെ പോലെ മാർക്ക് കിട്ടിയില്ല, എനിക്ക് മാത്സിന് 100 കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന കുട്ടികൾ ധാരാളമാണ്. വേണോ ആക്ച്വലി? അങ്ങനെ ആവണോ? ജസ്റ്റ് ഇമാജിൻ. എപ്പോഴും നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് ഒരിക്കലും പറഞ്ഞു, ഞാൻ പഠിത്തത്തിൽ ഭയങ്കര മോശമായിരുന്നു, അദ്ദേഹത്തിന് അഡ്മിഷൻ പോലും കിട്ടിയില്ല ഹയർ സ്റ്റഡീസിന്. പക്ഷെ അദ്ദേഹം മൈക്രോസോഫ്റ്റ് തുടങ്ങിയപ്പോൾ അതൊരു വലിയൊരു നമുക്കറിയാല്ലേ, മൈക്രോസോഫ്റ്റിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും അതിലൊന്ന് കിട്ടിയ തിരക്കില്ല എന്നൊക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച പിള്ളേർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് റാങ്ക് വാങ്ങി ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടപ്പോൾ. അപ്പൊ ബിൽ ഗേറ്റ്സ് വിജയിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആലോചിക്കുക, സ്ട്രഗിൾസും ഫെയിലിയേഴ്സും വരുമ്പോൾ ദാറ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഫെയിലിയർ വരുമ്പോൾ നമ്മൾ തല താഴ്ത്തി മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വിഷമം വന്ന് നമ്മൾ മുന്നോട്ട് പോയി നടന്ന് നമ്മൾ ഡിപ്രസ്ഡായി പോകുന്ന ഒരു അവസ്ഥ വളരെ സങ്കടപ്പെട്ട ഒരു അവസ്ഥയാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലും കുറേ അവസ്ഥകൾ വന്നു. എന്തോ ദൈവത്തിന് നന്ദി, ഓരോ അവസ്ഥ വരുമ്പോഴും എണീറ്റ് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടിയതിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എൻ്റെ അവസ്ഥ ഞാൻ ഇന്ന് പറയുന്നില്ല, ബട്ട് വൺ ഡേ ഐ ഹാവ് ടു ടെൽ ഇറ്റ്. മുന്നോട്ട് പോകുന്ന യാത്രയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇന്ന് ഞാൻ ഒരു വിശിഷ്ട വ്യക്തിയെ പറ്റിയിട്ട് പറയാൻ പോവാണ്. നിങ്ങൾ കേട്ട് കാണും, എന്നാലും ഞാൻ പറയാൻ പോവാണ്. അദ്ദേഹത്തിന്റെ 21-ാമത്തെ വയസ്സിൽ ബിസിനസ്സിൽ ഒരു തോൽവി വന്നു. ഫെയിൽഡ് ഇൻ ദ ബിസിനസ് അറ്റ് ദ ഏജ് ഓഫ് 21. 21-ാമത്തെ വയസ്സിൽ. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലെജിസ്ലേറ്റീവ് ഇലക്ഷനിൽ നിന്നിട്ട് അതിൽ തോറ്റു. 24 വീണ്ടും അദ്ദേഹം ബിസിനസ് തുടങ്ങി, അതിലും തോറ്റു. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ കാമുകി, വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്വീറ്റ് ഹാർട്ട്, അദ്ദേഹത്തിന്റെ 26-ാമത്തെ വയസ്സിൽ ആ സ്വീറ്റ് ഹാർട്ട് മരിച്ചു. നമ്മൾ ബ്രേക്ക് ഡൗൺ ആവാൻ ഇതൊക്കെ ധാരാളമാണ് അല്ലേ? നമ്മൾ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴോ നമ്മൾക്ക് ഫെയിലിയർ വരുമ്പോഴോ നമ്മൾ ആലോചിക്കും, ഇനി എന്തിനാ ജീവിക്കണേ. അറ്റ് ദ ഏജ് ഓഫ് 27 he had a nervous breakdown. മനോനില തെറ്റി. മൈ ഗുഡ്നസ്. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പാർലമെന്റ് ഇലക്ഷന് നിന്നു, അതിന് തോറ്റു. ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 3-4 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി, ഇനിയൊന്നും വേണ്ട, ഇതൊക്കെ മതി, എന്തിനാ. അറ്റ് ദ ഏജ് ഓഫ് 45 അദ്ദേഹം സെനറ്റിലേക്ക് ഒന്നുകൂടി പരീക്ഷിച്ചു, നിന്നു, നോക്കി, തോറ്റു. അദ്ദേഹം വിട്ടില്ല. അറ്റ് ദ ഏജ് ഓഫ് 47 അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ നിന്നു. വൈസ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിന്നു, തോറ്റു. 49-ാമത്തെ വയസ്സിൽ. പക്ഷേ അദ്ദേഹം വിജയം കണ്ടെത്തി അദ്ദേഹത്തിന്റെ 52-ാമത്തെ വയസ്സിൽ. ഹി വാസ് എലക്റ്റഡ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അറ്റ് 52 ഇയർ ആയിരുന്നപ്പോൾ അദ്ദേഹമായി.
ജസ്റ്റ് ഇമാജിൻ. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ട് കാണും, മിസ്റ്റർ ഏബ്രഹാം ലിങ്കൺ. ബയോഗ്രഫിയൊക്കെ വായിച്ചവർക്കും എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിനെ പറ്റിയിട്ട്. ഏബ്രഹാം ലിങ്കൺ. ഞാൻ എത്ര ഫെയിലിയേഴ്സ് പറഞ്ഞു എന്നുള്ളത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഏകദേശം ഒരു 10-12 ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട്, അത്രയൊന്നും ആയിരിക്കില്ല, ഇതാണ് നമ്മുടെ അറിവ്, കഴിഞ്ഞിട്ടാണ് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹെഡ് ഓഫ് USA. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയൊരു പദവിയല്ല. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് കണക്കിന് 100 കിട്ടിയില്ല, എനിക്ക് മറ്റേതിന് മാർക്ക് കിട്ടിയില്ല, ഇതിന് കിട്ടിയില്ല, അതിന് കിട്ടിയില്ല, എനിക്ക് ഫെയർ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അതിൽ വിജയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബ്രേക്ക് ഡൗൺ ആവാറിൽ ചിലവർ സൂയിസൈഡ് ചെയ്യാറുണ്ടെന്ന് പറയണേ. ജസ്റ്റ് ഇമാജിൻ. നോ, ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഓൾവേസ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, NO, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ, അടുത്ത ഓപ്പർച്യൂണിറ്റി, ട്രൈ. അതിനെന്താണ് വേണ്ടത്? ഹാവ് എ ബിലീഫ് ഇൻ യുവർ സെൽഫ്. യു ഹാവ് ടു ഹാവ് എ ബിലീഫ് ഇൻ യുവർ സെൽഫ്. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം. സോ ഫ്രണ്ട്സ്, യു ഹാവ് ടു ഗോ ഫോർവേഡ്. ഹാവ് യു ഹേർഡ് ഓഫ് തോമസ് എഡിസൺ? കേൾക്കാത്തവരുണ്ടാവില്ല. ബൾബ് കണ്ടുപിടിച്ച ആളാ. എത്ര പ്രാവശ്യം തോറ്റു എന്നറിയോ? തോൽവി എത്ര പ്രാവശ്യം ഉണ്ടായതല്ലോ? ഏകദേശം ഒരു 10,000 ടൈംസ് തോറ്റിട്ടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. നമ്മളിപ്പോ വെളിച്ചത്ത് നിൽക്കുക, ഞാനിപ്പോ ഒരു വെളിച്ചത്ത് നിൽക്കുകയാണ്. വെളിച്ചത്ത് നിൽക്കാൻ കണ്ടുപിടിച്ച ആള്, if we took 10,000 times, just imagine, ഒരു 100 തവണയൊക്കെ കഴിയുമ്പോൾ, 100ഒന്നും വേണ്ട, ഒരു 30-40 കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും ഇനി ശരിയാവില്ല, വേണ്ട. പക്ഷെ അദ്ദേഹം വിട്ടില്ല. ഹി കണ്ടിന്യൂസ്ലി, എന്താ പറയാ, അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു, കൺസിസ്റ്റന്റ് എഫേർട്ട് എടുത്തുകൊണ്ടേയിരുന്നു. He knew one day I will succeed. He had the belief in himself that he will succeed. ഹെൻറി ഫോർഡ് കാർ കണ്ടുപിടിച്ചാല് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സമനില തെറ്റിയ ആളാ. ആദ്യമായിട്ട് ഒരു വെഹിക്കിള് ഞാൻ കേട്ടിരിക്കുന്നത്, അദ്ദേഹം കാർ ഉണ്ടാക്കിയപ്പോ റിവേഴ്സ് ഗിയർ വെക്കാൻ മറന്നു എന്ന് പറയുന്നത്. കാറ് മുന്നോട്ട് പോയി, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുറകോട്ട് എങ്ങനെ കൊണ്ടുവരിക. അങ്ങനെയാണ് അത്ര ഒന്നുകൂടി മോഡിഫൈ ചെയ്തത്. ആ വ്യക്തി 40-ാമത്തെ വയസ്സിൽ സമനില തെറ്റിയ ഒരാളായിരുന്നു. ഇങ്ങനെ എത്ര ചരിത്രം. ഹാവ് യു ഹേർഡ് ഓഫ് ബിത്തോവൻ? മ്യൂസിക്കിന്റെ മാന്ത്രികൻ. യങ് ബിത്തോവൻ. ഞാൻ കേട്ടത് 26 ഇയേഴ്സിൽ അദ്ദേഹത്തിന് ചെവി കേൾവി കുറച്ച് കുറയാൻ തുടങ്ങി. 40-ാമത്തെ വയസ്സിൽ ഡെഫായി. ആരും അദ്ദേഹത്തിനെ അംഗീകരിച്ചിട്ടില്ല തുടക്കത്തിൽ ഒരു മ്യൂസീഷ്യനാണെന്ന്. ബട്ട് ടുഡേ അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹം ഈസ് വൺ ഓഫ് ദി, എന്താ പറയുക, മാസ്ട്രോ മ്യൂസിഷ്യൻ. അദ്ദേഹത്തിന്റെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഹൗ ഡിഡ് ഹിസ് മ്യൂസിക്. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ എത്ര എക്സാമ്പിൾസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും ചിലപ്പോൾ എത്ര പ്രാവശ്യം അവർ ഫെയിലിയർ കഴിഞ്ഞിട്ടാണ് അവർ സക്സീഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ ഫോർ ദ യങ്സ്റ്റേഴ്സ്, നോട്ട് ഓൺലി ഫോർ ദ യങ്സ്റ്റേഴ്സ്, എവറിബഡി ഹു ആർ പ്രൊസീഡിങ് ഇൻ യുവർ ലൈഫ്, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാവരും, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഓരോ ഫെയിലിയർ, ഞാനും ഇടയ്ക്ക് ഡെസ്പറേറ്റ് ആവും ചില കാര്യത്തിലൊക്കെ നടക്കാതെ വരുമ്പോഴും, അത് ഇങ്ങനെ ആവുമ്പോഴും അങ്ങനെ ആവുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, എന്താണിത് ഇങ്ങനെ, എനിക്ക് മാത്രമാണോ ദൈവം ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ലൈഫ് അതാണ് ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞിട്ട്, ലൈഫ് ഈസ് ലൈക്ക് എ റോളർ കോസ്റ്ററിൽ പല കാര്യങ്ങളും നടക്കും, നല്ലതും ചീത്തയും എല്ലാം നടക്കും. പക്ഷെ നമ്മളത് ഉചിതമായി മനസ്സിൽ ആലോചിച്ച് ബിലീഫോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്കല്ലാതെ എവിടേക്ക് പോവും? 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. കേട്ടിട്ടുണ്ടോ? ലീല പാലസ്. അദ്ദേഹത്തിന് അവാർഡ് 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഹോട്ടലിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. 70 വയസ്സിലോ ഗ്ലോബൽ അവാർഡ് കിട്ടിയ ആളാണ്. സോ വയസ്സൊന്നല്ല ഇവിടെ പ്രോബ്ലം. It's a belief in yourself to come up in life. So friends, today I'm going to end this session. Take care.
have a belief in yourself, proceed in your life. Don't worry about failures. Failure is the stepping stone to success. Bye bye. Take care. Enjoy your day. Bye.